കാരണം നിങ്ങളുടെ ഫീഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രണവ് മോഹൻലാലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്രണവ് മോഹൻലാലിന് അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് പ്രണവിന്റെ കൂടെ. ഇതിന്റെ ഇത് ഇപ്പൊ ഇറങ്ങിയ ഹൊറർ പടം അവിടെ ഞാൻ പോയപ്പോഴാണ് ഞാൻ ഉണ്ടെന്ന് അവൻ അറിയുന്നത്. അപ്പോൾ ഓടി വന്ന് നമ്മൾ സംസാരിച്ച് അറിയാന്നുള്ളവരുണ്ടല്ലേ അടിപൊളി അവൻ പറഞ്ഞു. പിന്നെ സ്ഥിരം വൈബ് പോലെ തന്നെ അവനെ വടി കിടന്ന ഉറക്കം ഉച്ചയ്ക്കൊക്കെ വേറൊരു മൂടാ. അവൻ്റെ വർക്ക് ചെയ്യണത് വേറൊരു എക്സ്പീരിയൻസാണ്. പാടാ പോടാ ഒരു ബന്ധമുണ്ട്, ഒരു ഭാഗ്യം. പിന്നെ എനിക്ക് ഏറ്റവും ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ബബ്ബ ഷൂട്ട് കിടക്കുന്ന ടൈമിൽ എനിക്ക് ലാലേട്ടൻ്റെ ഇതിനെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ലാലേട്ടനെ കാണാൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി വരില്ല. അപ്പം ഞാൻ അപ്പൂൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹൃദയം വർഷങ്ങളിൽ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അതോ മോനെ ഞാൻ പറയാം അതേന്ന് പറയും. ശരി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും ഇപ്പോൾ ഇറങ്ങിയ ഹൊറർ പടം രാഹുൽ സദാശ് സാറിൻ്റെ പടം വർക്ക് ചെയ്യുന്നത് ആണോ. അപ്പോൾ എങ്ങനെ നന്നായിട്ട് ഞാൻ പറയും എനിക്ക് തോന്നുന്നു ഈ 2 പടത്തും ചെയ്തതിനേക്കാൾ ഭയങ്കര ഡിഫറെൻ്റ് ആ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടി അവനെ. കാരണം ഒരു ഷോട്ട് എടുത്തിട്ട് വീണ്ടും മോണിറ്റർ പോയി നോക്കിയിട്ട് ഒന്നുകൂടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ അവനിൽ നിന്ന് മാറ്റങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം പുള്ളി രക്ഷപ്പെടുത്തേവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. കുറേ കഴിഞ്ഞിട്ട് ഷൂട്ട് കിടക്കുന്ന ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് നടക്കുന്ന ടൈമിൽ ബാക്കിൽ നിന്ന് മോനെ എന്നൊരു വിളി. ഞാൻ തിരിഞ്ഞു അപ്പു വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ തന്നു. അയ്യോ ഞാനത് എൻ്റെ രോമാഞ്ചൊക്കെ ഇങ്ങനെ കേണിയിട്ട് പിന്നെ അവനോട് കുറേ നേരം സംസാരിച്ചു. പിന്നെ അതിന് ശേഷം എന്നെ ലാലേട്ടൻ അമരോളയെന്നൊക്കെ എന്നെ വിളിക്കും. പോകുന്നിടത്ത് പോയി നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പനിയായി. അത് ഭയങ്കര ഒരു കാര്യമായി. ദൈവം സഹായിച്ച പടം ഇറങ്ങിയപ്പോഴും പറഞ്ഞതുപോലെ തന്നെ മാറ്റമുണ്ട്. കാരണം അവൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയമായിരുന്നു ആ പടം. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ലാലേട്ടനാണ്. വലിയ കാണുമ്പോൾ ധൈര്യമായിട്ട് പറയാൻ ലാലേട്ടൻ പടം